എല്ലാം ത്യജിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ അതിന്റെ പിന്നിൽ എത്രമാത്രം മനോവേദന അദ്ദേഹത്തിന് ഉണ്ടായി കാണുമെന്ന് നമ്മളെല്ലാം ആലോചിക്കണം. സണ്ണി ജോസഫ് ഇപ്പോൾ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്കൊന്ന് പോകാം. വല്ലാതെ വെട്ടിലാക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മറുപടി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ നീക്കം വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുന്നു. വളരെ തന്ത്രപരമായ നീക്കങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ സംഭവങ്ങളുടെ പുരോഗതിയെ കേരളത്തിലെ കോൺഗ്രസ്, ആലപ്പുഴയിൽ നിന്നുള്ള ദേശീയ നേതാക്കന്മാർ വളരെ ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യും. സണ്ണി ജോസഫ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ സമയം എന്താ? സഹോദരന്റെ രക്തസാക്ഷിത്വത്തിന്റെ സമയത്ത് SFI-ക്കാർ ഒരു തരത്തിലുള്ള സഹായം ചെയ്തില്ല, അവർ ഇതിന് പോലും നോക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നത്തെ ഓർമ്മകൾ അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതെ, അതല്ല അദ്ദേഹത്തിന്റെ അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഇത്രയും അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത CPM നടപടി വളരെ 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 തെറ്റാണ്. പിന്നെ അവരുടെ ചരിത്രം ഇതാണ്. KR ഗൗരിയമ്മയ്ക്കും MV രാഘവനും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അവരെ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവരെ എല്ലാം അപമാനിച്ച് പുകച്ച് പുറത്തേ അടിച്ച് അവരെ വഴിയിൽ കരിയൊഴിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമാണ് അവർക്കുള്ളത്. അല്ല, അവർക്ക് എന്തായാലും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ. അവരെയൊക്കെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം. പാർട്ടി അപമാനിച്ചും പുറത്താക്കിയിട്ടും MV രാഘവനും ഗൗരിയമ്മയ്ക്കൊക്കെ വീണ്ടും MLA-മാരും മന്ത്രിമാരാകാനും ജനങ്ങളെ സേവിക്കാനും ഒക്കെയുള്ള അവസരം കേരളത്തെ ജനങ്ങൾ നൽകിയില്ലേ? അതൊന്നും ചെറിയ കാര്യമല്ലല്ലോ. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞില്ല. അതെന്റെ പാർട്ടിയും മുന്നണിയും തീരുമാനം. ഞാൻ ആ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ്. അപമാനം ഒരു വശത്ത് തുടങ്ങിയിട്ടുണ്ട്, അധിക്ഷേപം തുടങ്ങിയിട്ടുണ്ട്. പുറത്തു പോയാൽ വെറും ഷൂ ആയിരിക്കും സുധാകരൻ മണി 1, 2, 3 ആണല്ലേ? നോക്കാം നമുക്ക്. ഞങ്ങളെല്ലാം കൂടെ ആലോചിക്കട്ടെ. ഇപ്പൊ 5 മിനിറ്റല്ല കഴിഞ്ഞ്. ജി സുധാകരനെ പുകഴ്ത്തുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇടവേളയ്ക്ക് ശേഷം